മലപ്പുറം ചോക്കാട് ബാങ്കിന് നഷ്ടമായി 25 ലക്ഷത്തിലധികം രൂപ ഭരണസമിതിയിൽ നിന്നും പിടിച്ചെടുക്കാൻ വിജിലൻസ് ശുപാർശ. നിലമ്പൂർ CPM നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് നിയമന ക്രമക്കേടിനെ തുടർന്ന് 25 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെടുത്തിയത്. 2011 മുതലുള്ള ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാനാണ് ശുപാർശ. വിവരങ്ങളുമായി സോണൽ ചേർന്നു. സോണൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ചോക്കാട് ബാങ്കിന് നഷ്ടമായിട്ടുള്ള 25 ലക്ഷം രൂപ ഭരണസമിതിയിൽ നിന്നും പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ വിജിലൻസിന്റെ ശുപാർശ വന്നിരിക്കുന്നത്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്നു. നമുക്കറിയാം, CPMന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്ക് തന്നെയാണ് ഈ ചോക്കാട് ബാങ്ക്. മലപ്പുറം നിലമ്പൂരിൽ ഇത്തരത്തിൽ CPMന്റെ മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു ബാങ്കാണ്. അവിടെയാണ് ഇത്തരത്തിൽ നിയമന ക്രമക്കേടിനെ തുടർന്ന് 25 ലക്ഷം രൂപയിലധികം ക്രമക്കേട് കണ്ടെത്തുന്നത്. ഇതിനെ തുടർന്നാണ് പിന്നീട് അന്വേഷണം വരികയും അത് വിജിലൻസിലേക്കെല്ലാം തന്നെ കൈമാറുന്ന സ്ഥിതി ഉണ്ടായത്. ബാങ്കിലെ താൽക്കാലിക നിയമനങ്ങളിൽ അഴിമതി ആരോപിച്ച സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള MK അബൂബക്കറാണ് 2017 ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നത്. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ നടപടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ സ്ഥിരം നിയമനത്തിലൂടെയോ ഒഴിവുകൾ നികത്താതെ ഇഷ്ടക്കാരെ ആയിട്ടുള്ള ആളുകളെ നിയമനം നടത്തുന്ന ഒരു രീതിയാണ് CPM അവിടെ തുടർന്ന് പോന്നിരുന്നത്. അതാണ് വിമർശിക്കപ്പെട്ടത്. കാരണം യോഗ്യരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാരെ മാത്രം നിയമിക്കുന്ന ഒരു സ്ഥിതിയാണ് അവർ ഉണ്ടായിരുന്നത്. അവർക്ക് ഉയർന്ന ശമ്പളം നൽകി ആദ്യഘട്ടത്തിൽ അവരെ കൊണ്ടുവരുന്നു, പിന്നീട് അത് വെട്ടിക്കുറയ്ക്കുന്നു. ആ തുക ഈ ഭരണസമിതി അംഗങ്ങൾ കൈപ്പറ്റിയതായിട്ടാണ് ആരോപണമുള്ളത്. 2011 മുതലുള്ള ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈ നഷ്ടപ്പെട്ട തുക തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് സഹകരണ ജോയിന്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് സോണൽ കൃഷ്ണ.